ഇന്നലെ പര്യവസാനിച്ച കുംഭമേളയിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് പരമാവധി 500-1000 പേര് വരും. അവർക്ക് പ്രസാദമായി വിളമ്പാനുള്ള ഉപ്പുമാവ് പാകം ചെയ്യാൻ ഞങ്ങളെയാണ് ഏൽപ്പിച്ചത്. പക്ഷേ ആദ്യ ദിവസം തന്നെ കഥ മാറി. ഒട്ടും പ്രതീക്ഷിക്കാതെ വന്ന ഭക്തജന തിരക്ക് മൂലം നമ്മൾ ഉപ്പുമാവ് മാറ്റി 4 നേരം ഭക്ഷണം വിളമ്പാൻ തുടങ്ങി. അങ്ങനെ ഇക്കഴിഞ്ഞ 14 ദിവസം കൊണ്ട് നമ്മൾ വിളമ്പിയത് 5 ലക്ഷത്തിലധികം പേർക്കാണ്. ഇന്നലെ ഉച്ചയ്ക്ക് മാത്രം വിളമ്പിയത് 35,000 പേർക്കാണ്, അതും പാലട പ്രഥമനടക്കം. ആധ്യാത്മിക ആചാര്യനായിട്ടുള്ള മോഹൻജിയുടെ നേതൃത്വത്തിലുള്ള അമ്മു കെയർ ഫൗണ്ടേഷനാണ് എല്ലാ ദിവസവും അന്നദാനത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു തന്നിരുന്നത്. ഇന്നലെ രാവിലെ 11 മണിക്ക് തുടങ്ങിയ അന്നദാനം അവസാനിച്ചത് രാത്രി 11:30 മണിക്കാണ്. കണ്ടിന്യൂസ് ആയിട്ട് 12 മണിക്കൂർ ഒരേ ഫ്ലോയിലാണ് നമ്മൾ ഭക്ഷണം വിളമ്പിക്കൊണ്ടിരുന്നത്. അങ്ങനെ അധികം മാധ്യമങ്ങളിലൊന്നും വരാതെ പോയ ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കണം തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു വീഡിയോ നമ്മളിപ്പം അപ്ലോഡ് ചെയ്തത്. നമ്മൾ വിളമ്പിയ അന്നദാനത്തിന് പുറമെ ദേവസ്വം വക അന്നദാനം മതിൽക്കകത്ത് വേറെയും ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ 14 ദിവസത്തെ ഈ ഒരു യജ്ഞത്തിന് ഇന്നലെ വൈകിട്ട് സമാപനം കുറിച്ചപ്പോൾ സദ്യ വിളമ്പിക്കഴിഞ്ഞിട്ട് ഞങ്ങളും പോയി നിള ആരതി കാണാനായിട്ട് പ്രത്യേകം സജ്ജീകരിച്ച ഒരു ബോട്ടിലായിരുന്നു ഞങ്ങളും അവിടേക്ക് പോയത്. ഒട്ടനവധി ആളുകളാണ് നിള ആരതി കാണുവാനായിട്ട് തിരുനാവായയിലേക്ക് ഇന്നലെ കൂടി എത്തിയത്. അങ്ങനെ നയനമനോഹരങ്ങളായിട്ടുള്ള കാഴ്ചകൾ സമ്മാനിച്ചുകൊണ്ട് ഈ വർഷത്തെ കുംഭമേള ഇന്നലെ വൈകിട്ടത്തെ നിള ആരതിയോടെ പര്യവസാനിച്ചിരിക്കുകയാണ്. വാരണാസിയിൽ പോയിട്ട് കുംഭമേളയും ആരതിയും കാണാൻ കഴിയാത്ത ആളുകൾക്ക് വലിയൊരു ആശ്വാസമായിരുന്നു ഇന്നലെ അവസാനിച്ച കേരളത്തിലെ മഹാകുംഭമേള. വീണ്ടും കാണാം പുതിയ ചില കാഴ്ചകളുമായിട്ട്.